സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് എംറ്റീസ് 14ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് എംറ്റീസ് അക്കാഡമിയുടെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകളിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. എല്ലാ വീഡിയോസും മറക്കാതെ വാച്ച് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ വേർ എന്നുള്ള ഒരു കുഞ്ഞു ഓക്സിലറി വേർബിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ ചില ആളുകളൊക്കെ പറയുന്നുണ്ടാവും, എന്താ മാഷേ ഈ ആമ്, ഈസ്, വാസ്, വേർ ഇതൊക്കെ ഇപ്പോൾ ആർക്കാണ് അറിയാത്തത്? തീർച്ചയായിട്ടും അറിയാത്ത ആരും ഉണ്ടാവില്ല. നമ്മളിതൊരു 4th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരാണെങ്കിൽ 4th സ്റ്റാൻഡേർഡിൽ, ഇനിയിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികളാണെങ്കിൽ UKG തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ 1st സ്റ്റാൻഡേർഡിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. വാസ് ആയിരുന്നു, വേർ ആയിരുന്നു. ഇത് മനസ്സിലാവുക എന്നുള്ളതല്ല. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാവും, പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ല. വി ഓൾറെഡി നോ ഹൗ ടു റൈറ്റ് ആൻഡ് റീഡ് ഇംഗ്ലീഷ് വെൽ. ഓക്കെ, ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലാക്കാനും കഴിയും. ബട്ട് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ കാൺ സ്പീക്ക് ഇംഗ്ലീഷ്. ദിസ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞും കേട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്, അതായത് അങ്ങനത്തെ ഒരു അവസരം നമുക്ക് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഭാഷ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാത്തത്. ഓക്കെ, സോ ഞങ്ങൾ എംറ്റീസ് അക്കാഡമി അടിപൊളി ലൈവ് ട്രെയിനിങ് സെഷൻസ് ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ ടൈമോ അതൊരു വിഷയമല്ല. മോർണിംഗിൽ 9 മണി മുതൽ രാത്രി 12 മണി വരെ ലൈവ് ട്രെയിനിങ് സെഷൻസ് നടക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ നിങ്ങളെ ഫ്രീ ടൈമിലൊന്ന് മാറ്റിവെക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഓക്കെ, കോഴ്സിൽ ലൈവ് ട്രെയിനിങ് സെഷനെ പറ്റി കൂടുതൽ അറിയാം, താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഉടൻ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ പുതിയ ബാച്ച് ഓരോ വീക്കിലും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേർ, ആയിരുന്നു, ആയിരുന്നു. ഓക്കെ, ദെൻ വേർ എന്നുള്ള ഓക്സിലറി വേർബ് നമുക്ക് പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. ഓക്കെ, സിംഗുലർ പ്ലൂരൽ എന്നൊക്കെ പറഞ്ഞ് ആകെ തല ഉണ്ടാക്കണ്ട. ഓക്കെ, ദെൻ അത് ജസ്റ്റ് ഒന്ന് ഐഡിയ മനസ്സിലാക്കുക. പ്ലൂരൽസ് ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ? ഐ, യു, ദേ, വി. ഓക്കെ, ഇംഗ്ലീഷിൽ പ്ലൂരൽസ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ദേവി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഈ ഹിന്ദുസൊക്കെ ഏറ്റവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിയാൽ അയ്യോ ദേവി എന്ന് പറയും. ഓക്കെ, ഈ അയ്യോ ദേവി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഐ ഉണ്ട്, യു ഉണ്ട്, ദേ ഉണ്ട്, വി ഉണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് പറഞ്ഞാൽ അയ്യോ ദേവി. ഓക്കെ, ഓർമ്മിച്ചെടുക്കാനുള്ളൊരു ടിപ്സ്. ഓക്കെ, ഐ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഐനെ വാസിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തായി? അത് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചുള്ളത്. ഐ വാസ്, ഞാനായിരുന്നു. ഇനി വേറാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ യു, ദേ, വി. യു എന്ന് പറഞ്ഞാൽ നീ, നിങ്ങൾ, താങ്കൾ. ഓക്കെ, നീ എന്ന് ഒരാളോട് പറയാം, 2 പേര് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരും കേട്ടോ, അപ്പോഴും യു എന്നാണ് ഉപയോഗിക്കുക. താങ്കൾ മുതിർന്ന ആളുകളോട് ബഹുമാനാർത്ഥം നമ്മൾ യു ആണ് ചേർക്കുന്നത്. അപ്പോൾ യു. നെക്സ്റ്റ് ദേ. ദേ എന്ന് പറഞ്ഞാൽ അവരൊരുപാട് പേരുണ്ട്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. യു വേർ, നീ ആയിരുന്നു. ദേ വേർ, അവർ ആയിരുന്നു. വി വേർ, ഞങ്ങൾ ആയിരുന്നു. നമുക്ക് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ് ഒരുമിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്കും ഈസിയായി വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നിവ പഠിക്കാം. എംറ്റീസ് അക്കാഡമി ഗവർണറിൽ നിന്നും ബെസ്റ്റ് ഓൺലൈൻ അക്കാഡമി അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് എംറ്റീസ് അക്കാഡമി. യു വേർ, നീ ആയിരുന്നു. നീ ആയിരുന്നു എന്ന് വളരെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. നമ്മൾ പറയാന്നാണ്. നീ ലേറ്റ് ആയിരുന്നു. You were late. You were late. നീ ലേറ്റ് ആയിരുന്നില്ല. You were not late. You were not late. നീ സെലക്റ്റഡ് ആയിരുന്നു. You were selected. You were selected. നീ സെലക്റ്റഡ് ആയിരുന്നില്ല. You were not selected. You were not selected. ഓക്കെ, നീ നേരത്തെ ആയിരുന്നു. You were very early. You were early. ഓക്കെ, യു വർ ഏർലി. യു വർ ഏർലി യെസ്റ്റർഡേ. ഓക്കെ, നീ ഇന്നലെ നേരത്തെ ആയിരുന്നില്ല. You were not early yesterday. You were not early yesterday. ഓക്കെ, ദേ വർ, അവർ ആയിരുന്നു. അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളായിരുന്നു. They were my friends. They were my friends. അവർ മുമ്പ് ഗവൺമെൻറ് സർവീസിലായിരുന്നു. They were in government service before. They were in government service before. ഇവിടെ ബിഫോർ ചേർക്കുന്നതിനായിട്ട് ബെറ്റർ ഏർലിയർ എന്ന് ചേർക്കുന്നതായിരിക്കും. ഓക്കെ, they were in government service earlier. They were in government service earlier. In the beginning അവർ ദുബായിലായിരുന്നു. They were in Dubai in the beginning.
They were in Dubai in the beginning. ബിഗിനിങ്ങിൽ അവർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. They were in the accounts department in the beginning. They were in the accounts department in the beginning. അവർ പിന്നെ പ്രൈവറ്റ് കോളേജിലായിരുന്നില്ല. They were not in the private college. They were not in private college. ദെൻ അവരൊന്നും എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നില്ല. They were not my classmates. They were not my classmates. അവർ നൈറ്റ് ഷിഫ്റ്റിലായിരുന്നില്ല. They were not in the night shift. They were not in the night shift. ഓക്കെ. ദെൻ അവർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നില്ല. They were not in the sales department. They were not in the sales department. ഓക്കെ. മുൻപ് അവർ എൻ്റെ റൂമിലൊന്നും ആയിരുന്നില്ല. They were not in my room before. They were not in my room before. ഓക്കെ. ഇനി we were ഞങ്ങളായിരുന്നു. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. We were classmates. We were classmates. ഞങ്ങൾ 2020 ഞങ്ങൾ ഷാർജയിലായിരുന്നു. We were in Sharjah in 2020. We were in Sharjah in 2020. ഞങ്ങൾ ഡിഗ്രിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. We were in Calicut University for graduation. We were in Calicut University for graduation. ഞങ്ങൾ +2 MES കോളേജിലായിരുന്നു. We were in MES for +2. We were in MES for +2. ഓക്കെ. ഞങ്ങൾ സെയിം ക്ലാസ്സിലായിരുന്നു. We were in the same class. We were in the same class. ഞങ്ങൾ സെയിം കമ്പനിയിലായിരുന്നു. We were in the same company. We were in the same company. 2015 ഞങ്ങൾ സെയിം കമ്പനിയിലായിരുന്നു. We were in the same company in 2015. We were in the same company in 2015. ഇന്നലെ ഞങ്ങൾ ലീവായിരുന്നു. We were on leave yesterday. We were on leave yesterday. ഓക്കെ. ആ സമയത്ത് ഞങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നു. We were on duty at that time. We were on duty during that time. ഓക്കെ. We were on duty that time. We were on duty during that time. ഓക്കെ. ഞങ്ങൾ ഇന്നലെ വളരെ ബിസി ആയിരുന്നു. We were very busy yesterday. We were very busy yesterday. ഓക്കെ. നമ്മളിപ്പോൾ വീട്ടിൽ ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ വന്ന് അപ്പോൾ പറയാണ് ഞങ്ങൾ ഇന്നലെ ഫാമിലിൻ്റെ കൂടെ ബിസി ആയിരുന്നു. We were very busy with family yesterday. We were very busy with family yesterday. ഓക്കെ. അപ്പോൾ were ആയിരുന്നു, were not ആയിരുന്നില്ല. ഓക്കെ. we were not ഞങ്ങളായിരുന്നില്ല. ഞങ്ങൾ ഇന്നലെ ബിസി ഒന്നും ആയിരുന്നില്ല. We were not busy yesterday. We were not busy ഞങ്ങൾ yesterday. ഇന്നലെ ഫ്രീ ആയിരുന്നില്ല. We were not free yesterday. We were not free yesterday. ഞങ്ങൾ 2020 ഞങ്ങൾ ദുബായിലായിരുന്നില്ല. We were not in Dubai in 2020. We were not in Dubai in 2020. ഓക്കെ. ഡിഗ്രിക്ക് ഞങ്ങൾ MG യൂണിവേഴ്സിറ്റിയിലായിരുന്നില്ല. We were not in MG University for our degree. We were not in MG University for our degree. ഓക്കെ. ഫോർ ഗ്രാജുവേഷൻ എന്ന് പറയും. ഓക്കെ. സോ ദിസ് അപ്പോൾ were ആയിരുന്നു, were not ആയിരുന്നില്ല. ഇനി were you നീ ആയിരുന്നോ? were you ക്വസ്റ്റ്യൻ എങ്ങനെ പറയാം? Were you? were you ഏതൊരു സെൻറ്റൻസിലെയും ഓക്സിലറി വേർബിനെ ആ സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ ഉപയോഗിച്ചാൽ അത് ക്വസ്റ്റ്യൻ ആയി മാറും. ഓക്കെ. you were നീ ആയിരുന്നു. അപ്പോൾ ഈ were എന്നുള്ളതാണ് ഓക്സിലറി വേർബ്. അതിനെ പിടിച്ച് ആദ്യത്തെ ഉപയോഗിക്കുക. were you എങ്ങനെ പറയാം? യെസ് ഒന്നും കൂടി പറഞ്ഞ്. കമാൺ. യെസ്. were you നീ ആയിരുന്നോ? നീ ഇന്നലെ ബിസി ആയിരുന്നോ? Were you busy yesterday? Were you busy yesterday? നീ ഇന്നലെ ഫ്രീ ആയിരുന്നോ? Were you free yesterday? Were you free yesterday? എവിടെ ഇന്നലെ കണ്ടില്ലല്ലോ. ഇന്നലെ നീ ലീവ് ആയിരുന്നോ? Were you on leave yesterday? Were you on leave yesterday? ആ സമയത്ത് നീ ഡ്യൂട്ടിയിലായിരുന്നോ? Were you on duty during that time? Were you on duty that time? ഞാൻ വിളിച്ചപ്പോൾ നീ ഡ്യൂട്ടിയിലായിരുന്നോ? Were you on duty when I called you? Were you on duty when I called you? ഓക്കെ. ദെൻ കഴിഞ്ഞ വർഷം നീ ദുബായിലായിരുന്നോ? Were you in Dubai last year? Were you in Dubai last year? കഴിഞ്ഞ വർഷം നീ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നോ? Were you in accounts department last year? Were you in accounts department last year? 2 വർഷം മുമ്പ് നീ ലുലുമാളിലായിരുന്നോ? Were you in Lulu Mall 2 years back? Were you in Lulu Mall 2 years back? ഓക്കെ. ദെൻ ഓക്കെ. were you ആയിരുന്നോ? അപ്പോൾ അതിന് ആൻസർ യെസ് ഐ വാസ് ഞാനായിരുന്നു. സോറി ഐ വാസ് നോട്ട് ഞാനായിരുന്നില്ല. ഓക്കെ. ദെൻ വാസ് ഹി അവനായിരുന്നോ? യെസ് ഹി വാസ് അവനായിരുന്നു. സോറി ഹി വാസ് നോട്ട്. ഓക്കെ. വാസ് ഷീ അവളായിരുന്നോ? യെസ് ഷീ വാസ് അവളായിരുന്നു. സോറി ഷീ വാസ് നോട്ട്. ഓക്കെ. ഇനി were they അവർ ആയിരുന്നോ?
അവരൊക്കെ നിന്റെ റിലേറ്റീവ്സ് ആയിരുന്നോ? Were they your relatives? Were they your relatives? അവരൊക്കെ ലീവ് ആയിരുന്നോ? Were they on leave? Were they on leave? അവർ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നോ? Were they in the sales department? Were they in the sales department? അവരൊക്കെ ഇംഗ്ലീഷിൽ ഉഷാറായിരുന്നോ? Were they good at English? Were they good at English? അവരൊക്കെ വർക്കിൽ ഉഷാറായിരുന്നോ? Were they good at work? Were they good at work? അവരൊക്കെ നിന്റെ ഫ്രണ്ട്സുകളായിരുന്നോ? Were they your friends? Were they your friends? ഓക്കെ ഗുഡ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് റാപ്പപ്പ് ചെയ്യാം. നോക്കാം. വർ യു, നീ ആയിരുന്നോ? നീ ഇന്നലെ ലീവ് ആയിരുന്നോ? Were you on leave yesterday? Were you on leave yesterday? യെസ്, ഐ വാസ് ഓൺ ലീവ് യെസ്റ്റർഡേ. സോറി, ഐ വാസ് നോട്ട് ഓൺ ലീവ് യെസ്റ്റർഡേ. നീ ഗ്രാജുവേഷന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നോ? Were you in the Calicut University for the graduation? Were you in Calicut University for your graduation? Yes, I was in Calicut University for my graduation. I was in Calicut University for my graduation. I'm sorry, I was not in MG University for my graduation. Okay, next. അവരൊക്കെ ഇന്നലെ ബിസി ആയിരുന്നോ? Were they busy yesterday? Were they busy yesterday? Yes, they were busy yesterday. Sorry, they were not busy yesterday. Okay, നിങ്ങൾ പിന്നെ മുൻപ് ദുബായിലായിരുന്നോ? നിങ്ങൾക്ക് മുൻപ് ദുബായിലായിരുന്നോ? Were you in Dubai before? Were you guys in Dubai before? Yes, we were in Dubai before. Sorry, we were not in Dubai before. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ആൻസേഴ്സ് പഠിച്ചു. ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു, ഞാൻ ഇവിടെ ആയിരുന്നു, മുമ്പ് ഞാൻ അവിടെ ആയിരുന്നു, അവൻ ഇവിടെ ആയിരുന്നു എന്നൊക്കെ. അപ്പോൾ എവിടെ ആയിരുന്നു? നിങ്ങൾ മുമ്പ് എവിടെയായിരുന്നു? നിങ്ങൾ ബിഗിനിങ്ങിൽ എവിടെയായിരുന്നു? ഷാർജയിൽ നീ എവിടെയായിരുന്നു? ദുബായിൽ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കേണ്ടി വരും. ഓക്കെ, എവിടെ എന്ന് പറയാൻ WHERE, വേർ എന്നാണ് അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക, വേ. ഓക്കെ, നെക്സ്റ്റ് ആയിരുന്നു, WERE, വേർ. വേർ ഒരുമിച്ച് പറയുമ്പോൾ ആട്ടോ അങ്ങനെ പറയുക. ഓക്കെ, എവിടെയായിരുന്നു? മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? Where were you before? Where were you before? എങ്ങനെ പറയാം? Where were you Before. before? Where were you before? Excuse me, sir. Where were you before? ഞാൻ മുമ്പ് ദുബായിലായിരുന്നു. I was in Dubai earlier. I was in Dubai earlier. I was in Dubai earlier. Okay, where were you earlier? എന്ന് ചോദിക്കാം. Where were you earlier? അതായിരിക്കും ബെറ്റർ. Okay, where were you earlier? I was in Dubai earlier. I was in Dubai earlier. Okay, മറ്റേത് നീ 2010 മുമ്പ് എവിടെയായിരുന്നു? Where were you before 2010? Where were you before 2010? ഞാൻ 2010 മുമ്പ് ഞാൻ കേരളത്തിലായിരുന്നു. I was in Kerala before 2010. I was in Kerala before 2010. Okay, then നിങ്ങൾ ഡിഗ്രിക്ക് എവിടെയായിരുന്നു? നീ ഗ്രാജുവേഷന് നീ എവിടെയായിരുന്നു? Where were you for your graduation? 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 ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. I was in Calicut University. I was in Calicut University. ഓക്കെ, പി ജിക്ക് നിങ്ങൾ എവിടെയായിരുന്നു? Where were you for your PG? Where were you for your PG? ഞാൻ MG യൂണിവേഴ്സിറ്റിയിലായിരുന്നു. I was in MG University. I was in MG University. ഓക്കെ, മുൻപ് നീ എവിടെയായിരുന്നു? Where were you earlier? Where were you earlier? ഞാൻ ദുബായ് മോളിലായിരുന്നു. I was in Dubai Mall. I was in Dubai Mall. ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. I was in accounts department. I was in the accounts department. ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു. I was in a private company. I was in a private company. I was in a private company. ഓക്കെ, നീ SSLCക്ക് എവിടെയായിരുന്നു? Where were you for your SSLC? Where were you for your SSLC? ഞാൻ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. I was in a government school. I was in a government school. നീ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് നീ എവിടെയായിരുന്നു? Where were you for your higher secondary education? Where were you for your higher secondary education? ഞാൻ MES കോളേജിലായിരുന്നു. I was in MES college. I was in MES college. നീ ഗ്രാജുവേഷൻ എവിടെയായിരുന്നു? Where were you for your graduation? Where were you for your graduation? ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു. I was in Kerala University.
I was in Kerala University. നീ ഡിഗ്രിക്ക് എവിടെയായിരുന്നു? സോറി, പി ജിക്ക് എവിടെയായിരുന്നു? Where were you for your PG? Where were you for your PG? ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. I was in MG University. I was in MG University. ദുബായിൽ നീ എവിടെയായിരുന്നു? Where were you in Dubai? Where were you in Dubai? ഞാൻ ബർദുബായിലായിരുന്നു. I was in Bardubai. I was in Bardubai. നീ ഷാർജയിൽ എവിടെയായിരുന്നു? Where were you in Sharjah? Where were you in Sharjah? ഞാൻ നാഷണൽ പെയിന്റിലായിരുന്നു. I was in National Paint. I was in National Paint. നമ്മൾ ഒരു സാധാ വർത്താനം പറയുമ്പോൾ പറയല്ലേ, ഞാൻ ആ പള്ളിയുടെ ബാക്കിലായിരുന്നു, ഞാൻ ആ ബിൽഡിങ്ങിന്റെ സൈഡിലായിരുന്നൊക്കെ പറയാം. അപ്പൊ അതേപോലെ അവിടുത്തെ ഒരു സ്ഥലമാണിത് നാഷണൽ പെയിന്റ്. ഓക്കെ, ബർദുബായ്, റാസൽ ഖൈമ. ഓക്കെ, ദെൻ നീ റാസൽ ഖൈമയിൽ എവിടെയായിരുന്നു? Where were you in Ras Al Khaimah? Where were you in Ras Al Khaimah? ഞാൻ ടൗണിൽ തന്നെ ആയിരുന്നു. I was in the town itself. I was in the town itself. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വളരെ ചെറിയ രൂപത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. കൂടുതൽ ഐഡിയാസ്, കൂടുതൽ ടോപ്പിക്സ്, കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലൈവ് ട്രെയിനിങ് സെഷൻസ് നടക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. ഇനി ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വരില്ല. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ജോലിയിലായാലും ബിസിനസ്സിലായാലും നിങ്ങൾക്കുണ്ട്. പക്ഷേ അവിടുത്തെ ഭാഷ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും പിറകോട്ട് നിൽക്കുന്ന അവസ്ഥ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് ഗ്രാസ്പ് ചെയ്താൽ ചെറിയ റിസ്ക്കുകൾ ഇത്രയും ആയില്ലേ, ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തിയില്ലേ. ഇനിയിപ്പോൾ ലാംഗ്വേജ് എന്നുള്ളതൊരു ചെറിയ നമുക്കൊരു ആഗ്രഹം ഉണ്ടോ, നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഒരു 1 hour ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളെ ഫ്രീ ടൈം മാറ്റി വെക്കാൻ റെഡി ആണെങ്കിൽ ധൈര്യത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. എംറ്റീസ് ഉണ്ട് നിങ്ങളെ കൂടെ. ഓക്കെ, അപ്പോൾ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് കിട്ടും. കോൺഫിഡൻ്റ് ആയിട്ട് ഇനി നിങ്ങൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, സോ ഡിയേഴ്സ്, നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ആളുകൾക്ക് അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുകൾ, അതുപോലെ വിൻ വൗച്ചേഴ്സ് ഒക്കെ എംറ്റീസ് അക്കാഡമി നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക, ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക, നിങ്ങളെ ഫീഡ്ബാക്സുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നീ ദുബായിൽ എവിടെയായിരുന്നു? ഞാൻ ദുബായിൽ ബർദുബായിലായിരുന്നു. നീ ഡിഗ്രിക്ക്, അതായത് ഗ്രാജുവേഷന് നീ എവിടെയായിരുന്നു? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഗ്രാജുവേഷൻ. ഈ 2 ക്വസ്റ്റ്യനും 2 ആൻസേഴ്സും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ. ബൈ. Bye. Emtees Academy.